നമുക്കിനി നേരെ ഉറക്കശാസ്ത്രത്തിലേക്ക് കിടന്നാലോ? അതെ, ഉറക്കവും നമ്മുടെ മാനസികാരോഗ്യവും അതെങ്ങനെ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇന്ന് ഡോക്ടർ സൗമ്യ സരിൻ പറഞ്ഞു തരുന്നത്. കാണാം. നമ്മുടെ ഉറക്കവും മാനസികാരോഗ്യവും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് നല്ല രീതിയിൽ ഉറക്കം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാനസികാരോഗ്യത്തെ മോശമായി ബാധിക്കാം. തിരിച്ചും അതെ, അതായത് നമ്മൾ മാനസികമായ ചില സമ്മർദ്ദങ്ങളിലും അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകളിലൊക്കെ ആണെങ്കിൽ അത് നമ്മുടെ ഉറക്കത്തെയും ബാധിക്കാം. ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മുടെ ചില തെറ്റായിട്ടുള്ള ശീലങ്ങൾ കാരണം, അതായത് ലേറ്റ് ആയിട്ട് മൊബൈൽ കണ്ടിരിക്കുക, TV കണ്ടിരിക്കുക, എന്നിട്ട് വളരെ ലേറ്റായി ഉറങ്ങുക, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നെക്സ്റ്റ് ഡേ നമുക്ക് ഒരിക്കലും അലേർട്ടായിട്ട് അല്ലെങ്കിൽ ഉന്മേഷവാന്മാരായിട്ട് ഇരിക്കാൻ സാധിക്കില്ല. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ പെർഫോമൻസ് മോശമാവും. ആ രീതിയിൽ അത് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള പല സമ്മർദ്ദത്തിനും വഴിവെച്ചേക്കാം. തിരിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് പല ഡിപ്രസീവ് ഡിസോർഡേഴ്സ് ഉള്ളവരുണ്ട്, വിഷാദ രോഗത്തിന് അടിമയായിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ ആൻസൈറ്റി ഡിസോർഡേഴ്സ്, പല തരത്തിലുള്ള അമിത ഉത്കണ്ഠ ഉള്ളവരുണ്ട്. അങ്ങനെയുള്ള പല തരത്തിലുള്ള സൈക്യാട്രിക് പ്രോബ്ലംസിലൂടെ കടന്നു പോകുന്ന ആളുകൾക്കും ഉറക്കം വളരെ കുറവായിട്ട് കാണാറുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഉറക്കം എന്ന് പറയുന്നത് ഒരു ചില്ലറക്കാരനല്ല. സോ നമ്മുടെ മാനസികമായ ആരോഗ്യത്തിന് വളരെയധികം അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അഥവാ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉറക്കം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു മെഡിക്കൽ ഹെൽപ്പ് നിങ്ങൾ സീക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. യെസ്, അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ ഉറക്കവും നമ്മുടെ മാനസികാരോഗ്യവും. യെസ്, ഒരുപാട് കമന്റുകൾ. ഇതാ ഷെമി സുലൈമാൻ പറയുന്നു, രണ്ടുപേർക്കും മേക്കപ്പ് ഇന്ന് വളരെ കുറച്ചായി പോയല്ലോ, നാളെ കുറച്ച് കൂടുതൽ വേണം എന്ന് പറയുന്നുണ്ട് ഷെമി സുലൈമാൻ. SK എന്ന് പറയുന്ന പോലെ പുട്ടി അല്പം കുറഞ്ഞു പോയെന്നാണ്, പക്ഷേ പുട്ടിയെ അത്യാവശ്യം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഉണ്ട്. അബ്ദുൾ പറയുന്നു, ഹായ് പ്രസിഡന്റ് ബ്രോ, താങ്കൾ ശരിക്കും ഒരു ഗായകനാണോ? പാട്ട് കേൾക്കാൻ അടിപൊളിയാണെന്ന്. ശരിക്കും ഗായകനാണെന്ന് പറയാം. പാട്ട് പാടുന്നവരെ നമ്മൾ ഗായകനാണല്ലോ പറയുന്നത്. അപ്പം പ്രസിഡന്റാണ്. പിന്നെ സുദേവൻ ഡ്രസ് കോഡ് സെറ്റ് ആക്കണേന്ന്. എന്താ നമ്മളുടെ ഒരേ കളറിൽ അല്ലെങ്കിൽ കോമ്പിനേഷനിൽ വരണമെന്നൊക്കെ ആയിരിക്കും. ശ്രദ്ധിക്കാം, നിങ്ങളുടെ അത്തരം സജഷൻസ് ഒക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, അപ്പൊ അത് ശ്രദ്ധിക്കുന്നതായിരിക്കും. പ്രവി റീന സതീശൻ ചോദിക്കുന്നു, എന്റെ ഇളയ മോള് ചോദിക്കുന്നുണ്ട് ഇന്ന് പ്രേതകഥ ഉണ്ടോ എന്ന്. അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ് എന്ന്. കണ്ടോ, മോള് പറയുന്നത് കണ്ടോ, പ്രേതകഥ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നു. മോൾ അത്ര ചെറിയ ആളല്ല, 21 വയസ്സുണ്ട്. കമന്റ് സ്വന്തമായി അയക്കാൻ മടിച്ചിട്ട് എന്നെ കൊണ്ട് അയപ്പിച്ചതാണെന്ന് പറയുന്നു. അപ്പൊ എല്ലാവർക്കും എന്താണ്, പേടി മാത്രമല്ല, അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ റിനി പറയുന്നു, ഇന്നലെ എന്റെ മോൾക്കൊരു ഹായ് പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞില്ല. ഇമാനുവൽ ഡിയോൺ ആൻഡ് ഇവാനിയ മാർഗ്രറ്റ്, പ്ലീസ് ഒരു ഹായ്. ഹായ് രണ്ടുപേർക്കും. ഷിനോദ് ഗംഗാധരൻ, എന്റെ കമന്റ് വായിച്ചില്ല, ഞാൻ തെറ്റരുത്, ശരിയാവും. ഷിനോദിന്റെ കമന്റ് വായിച്ചിട്ടുണ്ട്. ഹായ് ഷിനോദ്. അങ്ങനെ ഒരുപാട് കമന്റ്സ്. പ്രജന്റെ അടുത്ത് പല പാട്ടുകളും ചോദിക്കുന്നുണ്ട് കേട്ടോ പ്രേക്ഷകർ. നമുക്ക് പാടാം, മുറക്കി പാടാം. അതെ.